UAE ദേശീയ ദിനം പ്രമാണിച്ച് 721 തടവുകാരെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഉത്തരവിറക്കി. രാജ്യത്തെ വിവിധ തടവറകളിലായി കഴിയുന്നവർക്ക് ഉത്തരവിലൂടെ മോചനം സാധ്യമാകും. ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ തീർപ്പാക്കുമെന്നും ഷെയ്ഖ് ഖലീഫ വ്യക്തമാക്കി. എക്സ്പോ മേളയുടെ വേദിയായി ദുബായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാരീസിൽ നടന്ന ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ എക്സ്പോസിഷൻസിന്റെ 158ാമത് ജനറൽ അസംബ്ലിയാണ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. 2013 നവംബർ 28-നാണ് ദുബായ് എക്സ്പോ 2020 വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് മുതൽ പ്രദർശന മഹാമേളയെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് UAE. 2020 ഒക്ടോബർ 20 മുതൽ 2021 ഏപ്രിൽ 10 വരെയാണ് എക്സ്പോ നടക്കുക. 2.5 കോടി ആളുകൾ സന്ദർശകരായി എത്തുമെന്നാണ് പ്രതീക്ഷ. മേളയ്ക്ക് മൊത്തം 20 ബില്യൺ ദിർഹം മുതൽ 22 ബില്യൺ വരെ ചെലവെന്നാണ് പ്രതീക്ഷ. നിയമലംഘനങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കുന്ന നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് സൗദി ട്രാഫിക് വക്താവ്. റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായ ബോധവൽക്കരണം നൽകി വരുന്നുണ്ടെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നിയമലംഘനങ്ങളുടെ പേരിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കുകയും ഡ്രൈവർമാർക്ക് വീണ്ടും പരിശീലനം നൽകുകയും നിയമങ്ങൾ പഠിക്കുന്നതിന് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പറഞ്ഞുവിടുന്നതുമായ നിയമം താമസിയാതെ നടപ്പാക്കുമെന്ന് സൗദി ട്രാഫിക് വക്താവ് ഡോക്ടർ അലി അൽ റഷീദി പറഞ്ഞു. ദമാമിൽ നടന്ന യുവാക്കളും റോഡ് സുരക്ഷയും എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന പുതുതലമുറയാണ് സൗദിയിൽ റോഡ് അപകടങ്ങളിൽ മരണമടയുന്നവരിൽ ഏറിയ പങ്കും. പരിക്ക് പറ്റുന്നവരിലും കൂടുതലും കൗമാരക്കാരും യുവാക്കളുമാണ്. റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായ ബോധവൽക്കരണം നൽകി വരുന്നുണ്ടെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ബിൻ അസീസി അൽ അഹ്വലി പറഞ്ഞു. റോഡ് അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നതിന് സ്ത്രീകൾക്ക് വലിയ പങ്കുകൾ വഹിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്രൈവർക്ക് സമ്മർദ്ദമുണ്ടാകുന്ന നിലയിൽ ഡ്രൈവർമാരോട് വാഹനത്തിൽ വെച്ച് നിർദ്ദേശമോ സംസാരമോ പാടില്ല. ഇത്തരം കാര്യങ്ങളും അപകടങ്ങൾ വരുത്തിവെക്കുന്നതായാണ് കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, ദമാം. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി UAEയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ആശംസാ സന്ദേശം ഗിന്നസ് റെക്കോർഡിൽ. ലോക റെക്കോർഡായത് വിദ്യാർത്ഥികൾ അണിനിരന്ന് രൂപം നൽകിയ ഹാപ്പി നാഷണൽ ഡേ എന്ന വാചകമാണ്. ജെംസ് ഗ്രൂപ്പിന് കീഴിലുള്ള 35 സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ലോക റെക്കോർഡിനായി അണിനിരന്നത്. തൂവള്ള ഷർട്ടും തൊപ്പിയും അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ അക്ഷരങ്ങളായി നിലയുറപ്പിച്ചു. ഹാപ്പി നാഷണൽ ഡേ എന്ന ഇംഗ്ലീഷ് വാചകത്തിലാണ് ഇവർ ഐക്യത്തിന്റെ സന്ദേശവാഹകരായത്. തുടർന്ന് ഗിന്നസ് വേൾഡ് അധികൃതർ ഇത് വിലയിരുത്തി പ്രഖ്യാപനം നടത്തി. (6,952) വിദ്യാർത്ഥികളാണ് ആശംസാവാചകത്തിൽ അണിനിരുന്നത്. ഫ്രാൻസിലെ ചൈനീസ് കമ്പനിയായ ടിയൻസ് ഗ്രൂപ്പിന്റെ പേരിലുള്ള റെക്കോർഡ് തകർത്താണ് വിദ്യാർത്ഥികൾ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ദുബായ്. ടൂൾസിനും ഹാർഡ്വെയറിനും മാത്രമായി വിശാലമായ ഹൈപ്പർ മാർക്കറ്റുമായി അപെക്സ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം അബുദാബിയിൽ ആരംഭിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസഫ ഇൻഡസ്ട്രി ഏരിയയിൽ 14,000-ലേറെ ചതുരശ്ര അടിയിലാണ് അപെക്സ് ഷോറൂം ആരംഭിക്കുന്നത്. ലോകപ്രശസ്ത ബ്രാൻഡുകളായ ഹിറ്റാച്ചി, ഡിവാൾട്ട്, ഡയഡോറ, സെഡോണ ഉൾപ്പെടെ ടൂൾസിന്റെയും ഹാർഡ്വെയറിന്റെയും ബൃഹത്തായ ശേഖരം ഒരുക്കിയാണ് അപെക്സ് ഗ്രൂപ്പ് പുതിയ ഷോറൂം ആരംഭിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 3.5 പതിറ്റാണ്ടിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അപെക്സ് ട്രേഡിംഗിന്റെ 5ാമത് റീറ്റെയിൽ ഔട്ട്ലെറ്റാണ് ഇതെന്ന് അപെക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഹിഷാം പുതുശ്ശേരി പറഞ്ഞു. ഈ മാസം 28-ന് അബുദാബി ചേംബറംഗം ദലാൽ സയ്യിദ് അൽ ഗുബേസി ഷോറൂം ഉദ്ഘാടനം ചെയ്യും. UAEയിലെ എല്ലാ എമിറേറ്റുകളിലും സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിലെ പ്രധാന പട്ടണങ്ങളിലും ആഫ്രിക്കയിലും ഇത്തരം ഷോറൂം ചേരികൾ അധികം വൈകാതെ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അപെക്സ് ഗ്രൂപ്പ് ഡയറക്ടർ ഹഷീം പുതുശ്ശേരി, ജനറൽ മാനേജർ അനി മാധവൻ, കൊമേഴ്ഷ്യൽ ടൂൾസ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഇച്ചിരോ കൊമോഗാട്ട എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അബുദാബി. ദുബായ് അൽഖൂസിലെ ക്രെഡൽസ് ഹൈസ്കൂളിൽ ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് മത്സരം. 50-ലധികം സ്കൂളുകളിൽ നിന്ന് 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളടങ്ങുന്ന ടീമുകൾ പങ്കെടുക്കുമെന്ന് ചെയർമാൻ അബ്ദുള്ള നാലപ്പാട് അറിയിച്ചു. എഴുത്ത് പരീക്ഷയിലൂടെ തെരഞ്ഞെടുക്കുന്ന 8 ടീമുകൾ സെമി ഫൈനലുകളിലും തുടർന്ന് 4 ടീമുകൾ ഫൈനലിലും മാറ്റുരയ്ക്കും.
അബുദാബിയിൽ ദേശീയ ദിനത്തിന്റെ ഭാഗമായുള്ള മുഖ്യ ആഘോഷ പരിപാടികൾ ഡിസംബർ 3 നടക്കും. വൈകിട്ട് 4 മുതൽ 11 വരെ യാസ് ഐലൻഡിലും തെരഞ്ഞെടുത്ത വേദികളിലുമായിരിക്കും ആഘോഷമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. വാഹനാഭ്യാസ പ്രകടനങ്ങൾക്ക് എമിറേറ്റിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് UAE. ഡിസംബർ 2-നാണ് UAEയുടെ ദേശീയ ദിനമെങ്കിലും ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. 44ാമത് ദേശീയ ദിനമാണ് UAE ആഘോഷിക്കുന്നത്. 1971 ഡിസംബർ 2-ന് 7 എമിറേറ്റുകൾ ചേർന്ന് ഐക്യ അറബ് യൂണിയനായി മാറിയതിന്റെ ആഘോഷം. രാജ്യത്തെങ്ങും വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. റാലികളും പരേഡുകളും എങ്ങും നടക്കുന്നു. സ്വദേശികൾക്കൊപ്പം പ്രവാസി മലയാളികളും ഇത്തരം ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. ദുബായ് പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ കോൽക്കളിയും ദഫുമുട്ടും ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ച് പ്രവാസി മലയാളികളും സജീവമായി. കാസർഗോഡ് ബേക്കൽ ഹദ്ദാദ് നഗർ സ്വദേശിയായ ഇക്ബാൽ തന്റെ റോൾസ് റോയ്സ് കാർ അലങ്കരിച്ചാണ് ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാന്റെ ചിത്രങ്ങൾ സ്റ്റാമ്പ് രൂപത്തിൽ കാറിൽ പതിപ്പിച്ചാണ് ഇക്ബാൽ തന്റെ കാർ അലങ്കരിച്ചത്. പ്രവാസികളായി നമ്മൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരുന്ന UAEയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുക. അതാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെയുള്ള ഒരു ഇൻഷാ അല്ലാഹ് ഒരു മത്സരത്തിലും ഇതേപോലെ ഈ ഒരു പരിപാടിയിലും പങ്കെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായത്. കാരണം ഈ പ്രവാസികളോട് നമ്മളോട് കാണിക്കുന്ന ഒരുപാട് കാരുണ്യം അത് പ്രകടിപ്പിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ കൂടി. ദുബായ് നെഫ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരേഡിൽ ദുബായ് പോലീസ് അധികാരികളും പങ്കെടുത്തു. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. നവോദയ സാംസ്കാരിക വേദി ഈസ്റ്റേൺ പ്രൊവിൻസിന്റെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള വികസനവും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പ്രഭാഷണം നടത്തുന്നു. ശനിയാഴ്ച ദമാം പാരഗൺ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് 7 മണിക്ക് സംഘടിപ്പിക്കുകയാണ് പരിപാടി. 2016 നവോദയ കേന്ദ്രതലത്തിലുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും പരിപാടിയിൽ നടക്കും. പാലക്കാട് സ്വദേശി റഹീം കുന്നത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് അബഹയിൽ നിര്യാതനായി. കഴിഞ്ഞ 20 വർഷമായി അബഹയിൽ ഓട്ടോമൊബൈൽ മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു റഹീമിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് അസീർ പ്രവാസി സംഘം പ്രവർത്തകർ നേതൃത്വം നൽകി. നവോദയയുടെ ദമാം റാബിയ കുടുംബവേദി വേനലവധിക്കാലത്ത് എല്ലാ വർഷവും നടത്തിവരുന്ന ഡയറി എഴുത്ത് മത്സരം സംഘടിപ്പിച്ചു. നാട്ടിൽ പോകുന്ന വീട്ടമ്മമാർക്കും കുട്ടികൾക്കും അവധിക്കാലത്ത് നാട്ടിൽ പോകാതെ സൗദിയിൽ തന്നെ വേനലവധി ആഘോഷിക്കുന്ന വീട്ടമ്മമാർക്കും കുട്ടികളും പങ്കെടുക്കുന്ന മത്സരത്തിൽ നമ്മുടെ യാത്രകൾ, അനുഭവങ്ങൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, സാഹിത്യ സാംസ്കാരിക പരിപാടികൾ എന്നീ വിഷയങ്ങളിൽ എഴുതാവുന്നതാണ്. അവധിക്ക് ശേഷം ശേഖരിക്കുന്ന ഡയറികൾ വിദഗ്ധ പാനലുകളുടെ നേതൃത്വത്തിൽ വിധി നിർണയിച്ചാണ് വിജയികളെ കണ്ടെത്തുക. മുൻ സന്തോഷ് ട്രോഫി താരവും പ്രമുഖ ഐ ലീഗ് കളിക്കാരനുമായ ഉസ്മാൻ ആഷിഖിന് ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ സ്വീകരണം നൽകി. ദമാം ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാനും സിഫ്കോ സെക്രട്ടറി ജനറലുമായ ഡോക്ടർ അബ്ദുസലാം ഡിഫയുടെ മെമ്മന്റോ ഉസ്മാൻ ആഷിഖിന് സമ്മാനിച്ചു. പ്രസിഡന്റ് റഫീഖ് കൂട്ടിലങ്ങാടി അധ്യക്ഷനായിരുന്നു. കേരളത്തിൽ അടുത്ത വർഷം നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓൺലൈനിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവർക്കായി OICC ദമാം റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ദമാമിൽ സഹായ കേന്ദ്രം തുറക്കുന്നു. ദമാം ബദർ അൽ റാബി ഡിസ്പെൻസറി ഹാളിൽ ഒരുക്കുന്ന സഹായ കേന്ദ്രം വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബിജു കല്ലുമല 05012451553 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അസീർ പ്രവാസി സംഘം ഖമീസ് മാർത്ത് യൂണിറ്റ് സെക്രട്ടറിയായി സിദ്ദിഖ് PAയും പ്രസിഡന്റായി ബാലകൃഷ്ണൻ കുറ്റപ്പുറത്തെയും ഖജാൻജിയായി സുരേഷ് പട്ടാമ്പിയെയും തെരഞ്ഞെടുത്തു. 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. സമ്മേളനം അസീർ പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മാവേലിക്കര ഉദ്ഘാടനം ചെയ്തു. കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക്
മടങ്ങേണ്ടി വന്ന സന്തോഷിനുള്ള ചികിത്സാ സഹായം കൈമാറി. വെസ്കോസ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ യാസർ അറാഫത്തിനാണ് സഹായം കൈമാറിയത്. പോലീസ് നിയമന തട്ടിപ്പിൽ പുതിയ വെളിപ്പെടുത്തൽ. ശരണ്യ ചെന്നിത്തലയെ നേരിട്ട് കണ്ടു എന്നതിന് സ്ഥിരീകരണമായി. ശരണ്യയെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിൽ പുറത്തുവിട്ടു എന്ന് ഡ്രൈവർ സുധീർ പീപ്പിളിനോട് വെളിപ്പെടുത്തി. പോലീസ് നിയമന തട്ടിപ്പിൽ പ്രതിയായ ശരണ്യ മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടതിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകിയ സഹായത്തെക്കുറിച്ചും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആരോപണം ആഭ്യന്തരമന്ത്രി നിഷേധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ശരണ്യയെ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുവിട്ട ഡ്രൈവർ സുധീറിന്റെ സ്ഥിരീകരണം പീപ്പിൾ TV പുറത്തുവിടുന്നത്. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നീ പോയെന്ന് പറഞ്ഞില്ലേ? എൻ്റെ വീട്ടിലല്ല, ഓഫീസിൽ പോയി. ഓഫീസിലാണ് ഞാൻ അവിടെ അച്ഛൻ, അവിടെ അമ്മ, നെയ്സല്, അവിടെ കൊച്ചും മറ്റേ നെയ്സല് അവിടെ പോകുന്നു. അവിടെ അവിടുന്ന് പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വണ്ടി ഇറങ്ങത്തില്ല. നെയ്സല് പിന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ ഓഫീസാണോ അതോ വീടാണോ? അരിപ്പാട് അമ്പലത്തിന് വടക്കാപ്പുറത്താണ് അവിടെ എന്തോ അവന്റെ ചെന്നിത്തലയുടെ ഓഫീസ് അവിടെ പോകും. പോയിട്ട് ഇവരെന്ത് അവരകത്തോട്ട് കയറുക? അവരകത്തോട്ട് കയറും. ഞാൻ കാരണത്തിരിക്കും. നെയ്സലും ആ പെണ്ണും കൂടെ അകത്തോട്ട് കയറും. അപ്പൊ ഇവർ അച്ഛനും അമ്മയും വണ്ടിക്കകത്തിട്ടുണ്ടായിരുന്നു. കൊച്ചു വെച്ചുണ്ടല്ലോ, കൊച്ചൊക്കെ. ചെന്നിത്തല ഉണ്ടായിരുന്നു അന്നേരം അവിടെ? ചെന്നിത്തല കാണാൻ വേണ്ടിയല്ലേ. പിന്നെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ചെന്നിത്തല ഏതാണ്ട് കൊടുത്തു, ഒരു പേപ്പർ എന്തോ കൊടുത്തിട്ട് പറഞ്ഞ് പിന്നെ എന്തോ ഇവിടെ ചെല്ലാൻ പറഞ്ഞു, എന്തോ പത്തനംതിട്ട വനസില്ലാങ്ങാടി എല്ലാം പറഞ്ഞു. അങ്ങനെ 2 വട്ടം ഞാൻ അതും പോയി. ശരണ്യയുടെ മൊഴിയെ സാധൂകരിക്കുന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഡ്രൈവർ സുധീറിന്റേത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വെളിപ്പെടുത്തലിലേക്കൊന്നും നീങ്ങുന്നില്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പോലീസ് നിയമന തട്ടിപ്പിൽ തനിക്കെതിരെയുള്ള ആരോപണവും അന്വേഷിക്കട്ടെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റമറ്റ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയായാൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അല്ല, ഒരു മിനിറ്റ്. ഒരു പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മന്ത്രിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? എൻ്റെ ആഫീസിലെ സീലടിച്ചാൽ ആർക്കാ നിയമനം കിട്ടുന്നത്? ഇത്ര തരം താണ നിലയിൽ വളരെ വളരെ ദുഃഖമുണ്ട്. ഇങ്ങനെ പറയുന്നത് ഇത് ഒരു പുതിയ ഫാഷനായിരിക്കുകയാണ്. ആ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ആരുടെയും പേരങ്ങ് പറഞ്ഞേക്കാം. കൊടുക്കാൻ മാധ്യമങ്ങളുണ്ടെങ്കിൽ പിന്നെ എളുപ്പമല്ലേ? ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യേണ്ട ജോലി നമുക്കാ വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഒന്നും പറയാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും നിയമനം കിട്ടിയിട്ടുണ്ടോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. സംസ്ഥാനത്ത് പച്ചക്കറികൾക്ക് വില അസഹനീയമായതോടെ ജനജീവിതം ദുസ്സഹമായി. അതിനിടെ പച്ചക്കറി വില നിയന്ത്രണത്തിന് 5 കോടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഹോർട്ടികോർപ്പിന്റെ 300 കേന്ദ്രങ്ങളിൽ 10 പച്ചക്കറികൾ 30% വിലക്കുറവിൽ ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി KP മോഹനൻ അറിയിച്ചു. ഇതിന് 10 ഐറ്റംസിന് 30% വിലക്കുറവിൽ നാളെ മുതൽ ഹോർട്ടികോർപ്പിൻ്റെ 300 കേന്ദ്രങ്ങളിലും തിങ്കളാഴ്ച മുതൽ ഹോർട്ടികോർപ്പിൻ്റെയും സപ്ലൈകോയുടെയും കേന്ദ്രങ്ങളിൽ 500 കേന്ദ്രങ്ങളിൽ അടക്കം 300 + 200 കേന്ദ്രങ്ങളടക്കം 500 കേന്ദ്രങ്ങൾ തിങ്കളാഴ്ച മുതലും 30% വിലക്കുറവിൽ നൽകുകയാണ്. ഓണത്തിന് വിഷമില്ലാത്ത പച്ചക്കറി നൽകി വിപ്ലവം കുറിച്ച് CPM വിഷുവിന് മലയാളികൾക്ക് വിഷരഹിത പച്ചക്കറി നൽകും. ഡോക്ടർ TM തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പദ്ധതി നാളെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കും. കോഴിക്കോട് ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ അപകടം സുരക്ഷാ വീഴ്ച മൂലം. മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെയാണ് തൊഴിലാളികൾ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ കരാറുകാരനെതിരെ കേസെടുക്കാൻ കലക്ടർ നിർദ്ദേശം നൽകി. രാവിലെ 10:30യോടെയാണ് ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കാനിറങ്ങിയ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഭാസ്കർ, നരസിംഹ എന്നിവർ അപകടത്തിൽപ്പെട്ടത്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ മാൻഹോൾ തുറക്കവേ പുറത്തുവന്ന വിഷവാതകം ശ്വസിച്ച് 2 പേരും ബോധക്ഷയം സംഭവിച്ച് 12 അടി താഴ്ചയുള്ള മാൻഹോളിൽ വീഴുകയായിരുന്നു. തൊഴിലാളികൾ മാൻഹോളിൽ വീഴുന്നത് കണ്ട് രക്ഷിക്കാനെത്തിയ ഓട്ടോ തൊഴിലാളി കരുവിശ്ശേരി സ്വദേശി നൌഷാദും അപകടത്തിൽപ്പെട്ടു. ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി 3 രക്ഷിച്ചെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരണപ്പെടുകയായിരുന്നു. കൂടിയ അളവിൽ വിഷവാതകം ശരീരത്തിനുള്ളിലെത്തിയതാണ് 3 മരണകാരണമെന്നാണ് ആശുപത്രി റിപ്പോർട്ട്. തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ജോലിയെടുപ്പിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ബീച്ച് ഫയർഫോഴ്സ് ഡിവിഷൻ ഓഫീസർ അരുൺ ശങ്കർ പറഞ്ഞു. ഓക്സിജൻ കിട്ടാതെ താഴെ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ തുറന്നപ്പോഴത്തേക്ക് അത് ഇതിൽ വളരെ ക്ലോസർ എൻകോസ്റ്ററാണ്. അപ്പോൾ എയർ കാണത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഒന്നുകിൽ സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടൊക്കെ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ട് റോപ്പ് കൊടുത്തിട്ടൊക്കെ ആളിനെ ഇറക്കി നോക്കാവും.
പക്ഷെ അവർ അല്ലാതെ ലിഡ് തുറന്നു നോക്കിയപ്പോൾ അയാൾ ഫസ്റ്റ് ആൾ വീണു, രണ്ടാമത്തെ ആൾ പിന്നെ അയാളെ രക്ഷപ്പെടുത്താൻ നോക്കി അയാൾ വീണു, പിന്നെ ഒരു ഓട്ടോക്കാരനോ മൂന്നാമത് കണ്ടുവന്നൊരു ഓട്ടോക്കാരൻ വന്ന് ചാടി രക്ഷപ്പെടുത്താൻ നോക്കി അയാളും വീണു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി ജില്ലാ കളക്ടർ 1 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൺലൈൻ പെൺവാണിഭ കേസിൽ പോലീസ് വലയിൽ നിന്നും രക്ഷപ്പെട്ട 2 പേർ പിടിയിലായി. മൊബീന, വന്ദന എന്നിവരെ തമിഴ്നാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ പല്ലപ്പള്ളത്തെ ആയുർവേദ റിസോർട്ടിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ഹർത്താൽ നിയന്ത്രണ ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്ധവിശ്വാസ അനാചാരവിരുദ്ധ ബിൽ പരിഗണനയിലാണെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനൊരു നിയന്ത്രണം ഉണ്ടാകുക, അല്ലാണ്ട് കംപ്ലീറ്റ് എല്ലാവരുടെയും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയില്ല. ഹർത്താൽ നിരോധനമില്ല, ഇത് ഹർത്താൽ നിയന്ത്രണ ബില്ലാണ്. പാനായിക്കുളം സെമി ക്യാമ്പ് കേസിൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. കേസിൽ 5 പേർ കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വിശദമായ വാദം കോടതി കേട്ടു. പ്രതികൾ ചെയ്തത് നിസ്സാര കുറ്റമല്ലെന്നും രാജ്യദ്രോഹ കുറ്റമായതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. NIA പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PG മനു. തീവ്രവാദത്തിനുള്ള ഈ കേരളത്തിന്റെ മണ്ണിലുള്ള താക്കീതായിട്ട് കൂടി ഈ വിധി മാറിത്തീരണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കേവലം ഒരു യോഗം ചേർന്നു എന്നതല്ലാതെ അത് ഒരു കലാപത്തിലേക്ക് നയിച്ചിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രതികളുടെ കുടുംബ പശ്ചാത്തലവും പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട കോടതി കുറ്റക്കാരായ കണ്ട ഷാദുലി, അബ്ദുൾ റാസിഖ്, അൻസാർ നദ്വി, നിസാമുദ്ദീൻ, ഷമ്മാസ് എന്നിവർക്ക് പറയാനുള്ളതും കേട്ട ശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്നത് ഈ മാസം 30 മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.